ഞാൻ അജയ് എന്ന് വിളിക്കണോ അതോ ഗിന്നസ് പക്രു എന്ന് വിളിക്കണോ? എന്നെ സ്നേഹപൂർവ്വം എന്ത് വിളിച്ചാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കാരണം എന്നെ വളരെ അടുത്തുള്ള ആൾക്കാർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അജി എന്നാ വിളിക്കുന്നത്. ഓ. അതായത് സ്കൂളിലൊക്കെ ഞാൻ കൊച്ചജിയായിരുന്നു. ആ. ഒരുപാട് അജിമാരുണ്ട്, അതിനകത്ത് കൊച്ചജി. ആ. കോളേജിലേക്ക് വന്നപ്പോൾ കൊച്ചേട്ടനായി. അതായത് കൂട്ടുകാരെല്ലാരും ആ. ആ. മുതിർന്നവരാണെങ്കിലും കൊച്ചേട്ടൻ എന്നുള്ളൊരു പേരായിരുന്നു. ചിലരെന്നെ അജിത്ത് എന്ന് വിളിക്കാറുണ്ട്. ഓ. ശരിക്കുള്ള എൻ്റെ പേര് അജയ് കുമാർ എന്ന്. അജയ് കുമാറിനാണ്. സിനിമയിൽ പക്ഷെ മമ്മൂക്ക മാത്രമാണ് അജയ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂക്ക വിളിക്കുന്ന അജയൻ. അജയ് എന്നാണ് അല്ലേ? അല്ല, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ആ. പക്ഷെ മമ്മൂക്ക അജയൻ എന്ന് വിളിക്കാറുണ്ട്. ചേട്ടന്റെ ആദ്യത്തെ കഥാപാത്രം പക്രു എന്നുള്ളതാണ് പിന്നീട് സ്റ്റേജ് നെയിമായിട്ട് മാറുന്നത്. അപ്പൊ പിന്നീട് എല്ലാവരും ചേട്ടനെ ആ ഒരു പേരിൽ തന്നെ വിളിച്ചു. പക്ഷെ പിന്നീട് ഗിന്നസ് പക്രു എന്നുള്ള ഒരു പേരിലേക്കും അജയ് എന്നുള്ള ഒരു വ്യക്തിത്വം ആളുകൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നതിലും ഗിന്നസ് പക്രു എന്നുള്ള ഒരു നടൻ ആ ഒരു ആദ്യ കഥാപാത്രത്തിനപ്പുറം ഉള്ള ഒരു അഭിനയ സാധ്യത ഉണ്ടെന്ന് തെളിയിക്കാനും ഒക്കെ ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ചേട്ടൻ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നായിട്ട് വേണേൽ തരംതിരിക്കാം. ഇപ്പൊ ഈ എല്ലാം തരംതിരിക്കുന്നതിന്റെ ഭാഗമാണല്ലോ. ഒന്ന് പക്രു, അത് ആദ്യ സിനിമയിലെ കഥാപാത്രം. അതിനകത്ത് കുട്ടികൾ സ്കൂളിൽ കളിയാക്കി വിളിക്കുന്ന പേരായിട്ടാണ്. ആ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ചാനലിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ അജയ് എന്നുള്ള പേര് കൈവിട്ടു പോയതാ. എല്ലാവരും ആ പേരിലേക്ക്, ഞാൻ പോലും അറിയാതെ ആ പേരിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത്ഭുതദ്വീപ് സിനിമയിലാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് മമ്മൂക്ക തന്ന് അത് മേടിച്ചിട്ട് എന്നെ ആദ്യമായിട്ട് ഗിന്നസ് ചേർത്ത് വിളിച്ചത് മമ്മൂക്ക. അങ്ങനെയാണ് ഗിന്നസ് പക്രുവിലേക്ക് വരുന്നത്.